2.4. ആ മതി. ഇതിലേക്ക് നനയ്ക്കുന്നത് പോരാട്ടോ. നന്നായിട്ട് നനയ്ക്കുന്നുണ്ട് മാഡം. ബാലു ബാലു ബാല് കരിക്കൊണ്ടേ പൈസ. എടാ ഇവിടേക്കൊന്ന് ശരിക്കും നനച്ചൂടെ? എന്നോട് സിമെന്റോടല്ലേ സാർ പറഞ്ഞത്? നീ വേറെ ഒന്നും ചെയ്യണ്ട, നന മാത്രം മതി. ഒന്നുകൂടെ നനയ്ക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മാഡം. ചെക്ക് കിട്ടിയില്ലേ? കിട്ടി. അതിന് മാഡത്തിനോട് നന്ദി പറയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. മാഡം ഒരാളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര എളുപ്പം നടന്നത്. പക്ഷേ ഈ നാൽക്കാലികൾക്ക് വിശപ്പിനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്റെ സ്ഥിതി. അതെന്താ? ചെക്ക് കിട്ടലും മാറലും തീരലും ഒപ്പം കഴിഞ്ഞു. അടുത്ത ബില്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊടുത്തേക്കോ, ഞാനായിട്ട് ഡിലേ ഇല്ല. താങ്ക് യു. തിരുവനന്തപുരത്ത് ചെന്നിട്ട് എന്റെ ചേട്ടനെ വിളിക്കാൻ മിസ്റ്റർ ഹരീന്ദ്രൻ മറന്നു അല്ലേ? ചേട്ടൻ ഹരിയുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മറന്നതല്ല, മനഃപൂർവ്വം വിളിക്കാഞ്ഞതാ. ഒന്നാമത് ചേട്ടനോട് പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മാരൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ, നമ്മൾ തമ്മിൽ ഒരുപാട് അകലമുണ്ട്. തന്നെയുമല്ല, മാഡത്തിന്റെ ചേട്ടൻ എന്നെ ഹോട്ടലിൽ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി അഴിമതിയെന്നും കൈക്കൂലിന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ. എല്ലാം കൂടെ ആലോചിച്ചപ്പോ നമ്മളിങ്ങനെ എഞ്ചിനീയറും ഒരു സാധാ കോൺട്രാക്ടറായിട്ട് നിന്നാ മതിയെന്ന് തോന്നുന്നു. അതിനും ഇനി ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ഫറിനുള്ള പ്രഷർ തുടങ്ങിയിട്ട് കുറെ നാളായിരുന്നു. ഈ നാട്ടിൽ നിന്ന് പോകാൻ വെറുതെ ഒരു മടി. ഇന്നലെ ഞാൻ തീരുമാനിച്ചു, പോയിക്കളയാം. എപ്പോഴായാലും പോകേണ്ടതല്ലേ. ചിലപ്പോ ഇനിയൊരു യാത്ര പറയാൻ പറ്റിയെന്ന് വരില്ല. എന്റെ ഹൗസ് ഓണറിന്റെ മോളാണ് ദേവിക അല്ലേ? അതെ. ബാലു പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറാണ്. ഹലോ, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വരട്ടെ. എന്താ വിശേഷിച്ച്? രാവിലെ കാണാന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. അതെ, ഇന്ന് നേരത്തെ പോന്നു. ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ മുത്തശ്ശനെ ഏൽപ്പിച്ചതാ. നിങ്ങൾ അച്ഛൻ്റെന്ന് വാങ്ങിയതാന്നല്ലേ പറഞ്ഞത്? അച്ഛൻ വരുമ്പോ കൊടുത്താ മതി. അല്ല, ഇതവിടെ ഇരുന്നോട്ടെ. വേണ്ട. ഒന്നാമത് കോൺട്രാക്ടർ എന്തെങ്കിലും തരാനുണ്ടെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കടം കൊടുക്കാനുള്ളതായാലും കിട്ടാനുള്ളതായാലും സാധാരണ പറയാറുണ്ട്. ഇത് മറന്നാവും ചിലപ്പോ. സാരമില്ല. ഏതായാലും ഞങ്ങൾ ഇത് വാങ്ങാൻ പാടില്ല. പിന്നെ അടുത്ത മാസത്തെ വാടക കുറച്ച് നേരത്തെ കിട്ടിയാ കൊള്ളായിരുന്നു. വരട്ടെ. മോളെ, മോൾ. അച്ഛാ, എന്താ ഈ നേരത്തെ ഇവിടെ എങ്ങനെ നിൽക്കണേ? ശേഖരൻ വന്ന പോലെ ഒരു തോന്നൽ. അവന്റെ ശബ്ദം ഞാൻ ശരിക്കും കേട്ടു. സ്വപ്നം കണ്ടതാവും. മഞ്ഞുണ്ട്, പോയി കിടന്നോളൂ. ഇത്രയും ദിവസം ഞങ്ങളെ ഒന്നും കാണാണ്ടിരിക്കുക അവന് പറ്റില്ല. അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയണു. ഒക്കെ തോന്നലാണ്. തോന്നലാവട്ടെ. ഈശ്വര,
മുത്തശ്ശ മുത്തശ്ശ ഈ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദന്റെ ക്വാർട്ടേഴ്സ് എവിടെയാ? ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താ. ഈ നേരത്താണോ സുഹൃത്തിനെ കാണാൻ വരുന്നത്? നേരം വെളുത്തിട്ടില്ലല്ലോ. പുലർച്ചെ വണ്ടിക്കാ വന്നത്. സച്ചിദാനന്ദ് സാർ സസ്പെൻഷനില്ല. ക്വാർട്ടേഴ്സ് ഒക്കെ വിട്ടപ്പോ ലോഡ്ജിലാ താമസം. അയ്യോ, എന്താ കാര്യം? DYSP ആയിട്ട് ഉടക്ക്. ഒരു മാപ്പ് എഴുതി കൊടുത്താ തീരുന്നേ ഉള്ളൂ പ്രശ്നം. പക്ഷെ സച്ചിദാനന്ദ് സാറല്ലേ ഭയങ്കര പിടിവാശിയില്ല. അല്ല, ഇപ്പൊ ഒന്ന് കാണണമെങ്കിൽ ലോഡ്ജ് ഇവിടെ അടുത്താ. പാലസ് ലോഡ്ജ്, റൂം നമ്പർ 18. സച്ചി, സച്ചി, ഹരി, നീയോ? എന്താ നീ കാണിച്ചത്? കാണിച്ചത് ഇടിയാ. എന്തിനാ നീ എന്നെ അടിച്ചതെന്ന്? അല്ല, നീയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ശബ്ദം നീ തിരിച്ചെടുത്തില്ലേ? ശബ്ദം തിരിച്ചറിയാൻ നീ യേശുവാസൊന്നല്ലോ. നേരായ കാര്യത്തിന് എന്നെ കാണാൻ വരുന്നവർ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും. അത് ഉണ്ടാവാത്തതുകൊണ്ട് ഏതോ ശത്രുവാണെന്ന് ഞാൻ കരുതി. ഏത് ശത്രു? എനിക്കിവിടെ നിറച്ച് ശത്രുക്കളാണ്. എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ്. ഞാൻ സസ്പെൻഷനിലാണ് ഹരി. അതറിഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചോണ്ട് നിന്റെ ഇടിക്കെന്തൊരു ശക്തിയാണടാ. ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ്. പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറില്ലേ? അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ സ്മാഷിന് തീരെ പവറില്ലെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്മാഷിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു. ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത്. എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ നീ ഇവിടെ എത്തി? അത് ഒക്കെ വിശദമായിട്ട് പറയാം. ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും, ബുദ്ധി ഉണരും. മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. നോ എന്നാണ് ഉത്തരം. ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് സച്ചി. അവരുടെ മുത്തച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു ആൺതുണയുണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു. അതും പോയില്ലേ. അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ 3 പേരും അനാഥരാണ്. എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത്. പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത്. ഗോപുവിന് 12 വയസ്സ്, മല്ലികയ്ക്ക് 10. എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സനുവദിച്ചില്ല. ജോലി കളഞ്ഞു. ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്റ്റും. ഞാൻ തളരാതെ നിന്നുകൊണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല. എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി. ഇനി രക്ഷയില്ല. നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നോക്കട്ടെ. അല്ല, നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല. യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പി ഇല്ലെങ്കിലും പോലീസുകാരൻ പോലീസുകാരനാ. എന്തായി ചേച്ചി? എന്താവാനാ, എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. MLA കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? അറിയില്ല. ചേച്ചി പോയ പിന്നെ വേറെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്നിരുന്നു. അച്ഛന്റെ ഫോട്ടോ വേണത്രേ. ചേച്ചി വരാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ പേരും പറഞ്ഞ് വെറുതെ ആളായി നടക്കാനാ. അതിനാരെയും നമുക്ക് സമ്മതിക്കണ്ട. MLA ഒന്നും പറഞ്ഞില്ലേ? അപേക്ഷ വാങ്ങി ഫയലിൽ വെച്ചു. വേണ്ടത് ചെയ്യാം, അന്വേഷിക്കാം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ അച്ചടിച്ചു വെച്ച ചില വാക്കുകളും. നമുക്കാരുമില്ല. എന്താ ചെയ്യേണ്ടതെന്നോ ആരോടാ പറയേണ്ടതെന്നോ ഒരു രൂപമില്ല. MLAയുടെ കൂടെയുള്ള ഒരാള് പറയാ, ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിന്ന് ഒരു മനുഷ്യനെ മാത്രം എങ്ങനെ തെരഞ്ഞു പിടിക്കാനാണെന്ന്. MLAയുടെ ജോലി അതാണോ എന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ അച്ഛനല്ല, മറ്റാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ.
പുതിയ വിവരങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇത് എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. പേര് സച്ചിദാനന്ദൻ, സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഇപ്പൊ സസ്പെൻഷനിലാണ്. ഇവിടത്തെ എസ്ഐയുടെ സ്വഭാവവും അന്വേഷണ രീതികളും ഒക്കെ ഞാൻ പറഞ്ഞു. ആവുന്നതൊക്കെ ചെയ്യാൻ ഏറ്റിരിക്കുക. പുള്ളിക്കാരന് ചില കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. ആ എസ്ഐ ചോദിച്ച പോലും ചോദിക്കില്ല. ചിലപ്പോ പത്രത്തിൽ വായിച്ചാണ് കടവനാട്ട് ഒരു നോട്ടിലിട്ടപ്പ് സംഘത്തെ കൂടോടെ പിടിച്ചത് സച്ചിയായിരുന്നു. അതുപോലെ തന്നെ മുട്ടത്തറ അമ്പലത്തിലെ വിഗ്രഹമോഷണം, അതും സച്ചിയ കണ്ടുപിടിച്ചത്. നിങ്ങളുടെ അച്ഛൻ ഇവിടുന്ന് പോകുന്ന ദിവസം രാവിലെ എത്ര മണിക്ക് ഉണർന്നു? ഒരു 5:30-6 മണിയായി കാണും. എന്നും ആ സമയത്താണോ ഉണരാറ്? അതെ. എത്ര മണിക്കാണ് പോയത്? രാവിലെ 9:30 ആയിട്ടുണ്ടാവും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്? അതെ. ദോശ, ഇഡ്ഡലി, വട, പുട്ട്, കടല. എന്താ കഴിച്ചത്? പറഞ്ഞോളൂ. അന്ന് ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത്. അച്ഛന് ഉപ്മാവ് വലിയ ഇഷ്ടമാണോ? അതൊക്കെ എന്തിനാ വെറുതെ സച്ചി ഇപ്പോ? അരിയോടല്ല ഞാൻ ചോദിച്ചത്. പറയൂ, അച്ഛന് ഉപ്മാവ് വലിയ ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല. ഇത് ശരിയായ ഉത്തരമല്ല. എനിക്കറിയേണ്ടത് അന്ന് അച്ഛൻ വയറു നിറച്ച് ഉപ്മാവ് കഴിച്ചോ എന്നാണ്. ഉവ്വ്. യാത്ര പുറപ്പെടുമ്പോ അലക്കി തേച്ച വസ്ത്രങ്ങളാണോ അദ്ദേഹം ധരിച്ചിരുന്നത്? അതെ. ഇറങ്ങാൻ നേരത്ത് പ്രത്യേകമായി വല്ലതും പറഞ്ഞോ? വികാര വിക്ഷോഭത്തോടെയോ മറ്റോ? അത് മാളുവിനോട് പഠിക്കാൻ പറഞ്ഞു. പിന്നെ ചീരയ്ക്ക് വെള്ളം ഒഴിക്കാനും പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല? ഇല്ല. സ്വാഭാവികമായ ഒരു യാത്ര. കഴിക്കുന്നൊരു കഷായം ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്നതാണ് നല്ലത്. വേദനിപ്പിക്കുന്ന ഈ സത്യവും ഒറ്റ വീർപ്പിൽ പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ അച്ഛൻ ശേഖരമേനോൻ ഈ ഭൂമുഖത്ത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മരിച്ചു. ആത്മഹത്യയൊന്നുമല്ല. ഒന്നുകിൽ അപകടമരണം, അല്ലെങ്കിൽ കരയണം. കുറെ നേരം കരയണം. ഇല്ലെങ്കിൽ മാനസിക തകർച്ചയുടെ ആക്കം കൂടുകയുള്ളൂ. നീ എന്തായി പറയണേ? വെറും സത്യം മാത്രം. നീ ഇങ്ങോട്ട് വന്നേ. ഇത് പറയാനാണോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? മേനോൻ സാറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു കഴിഞ്ഞു. നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. തെമ്മാടിത്തരാ നീ ചെയ്തത്. ഒരു പിന്നാക്കും അന്വേഷിക്കാതെ ഒരാൾ മരിച്ചുപോയി എന്ന് പറയാൻ നിനക്ക് എന്താ അവകാശം? ആ കുട്ടികൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഭഗവാനെ? അവരുടെ അച്ഛനല്ലേ, എന്തുമാത്രം സങ്കടം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല. പോലീസ് മനസാക്ഷി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബുദ്ധിയോട് എന്ത് പിന്നാക്കാടാ നീ ഇപ്പൊ ചെയ്തത്? ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ശേഖരമേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ നാട് വിട്ടു പോയിട്ടില്ല. അങ്ങനെ നാട് വിട്ടു പോകാൻ മനസ്സുള്ള ഒരാൾ വയറു നിറച്ച് ആഹാരം കഴിക്കില്ല, ചീരയ്ക്ക് വെള്ളം നനക്കാൻ പറയില്ല. സ്വാഭാവികമായ ഒരു യാത്ര പറച്ചിലും അയാളെ കൊണ്ട് സാധിക്കില്ല. ഗുരുവായൂർക്ക് പോയ അയാൾ പിന്നെ എവിടെ? ഹരി, ടേക്ക് ഇറ്റ് ഫ്രം മീ. ശേഖരമേനോൻ ഈസ് നോ മോർ. അയാൾ മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. നോൺസെൻസ്. നീ എവിടത്തെ പോലീസുകാരനടാ? ഒരാൾ വഴിതെറ്റി കാട്ടിലകപ്പെടാം, ബോധക്കേട് ഒന്ന് ആശുപത്രിയിലാകാം. അങ്ങനെയുള്ള സകല സാധ്യതകളെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ ഒരു വിട്ടിക്കേ സാധിക്കൂ. ഒരു വാക്കുണ്ടെങ്കിലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം വേണ്ട, നിന്റെ അന്വേഷണം വേണ്ട, കണ്ടുപിടുത്തം വേണ്ട, ഒന്ന് വേഗം സ്ഥലപ്പെട്ടേച്ചാ മതി. ഹരി, ഞാൻ പറയുന്നത് നോ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഞാൻ സത്യം മാത്രം. പോടാ നിന്റെ സത്യം കൊണ്ട്. ഈ മുട്ടത്തറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? ഒരു 100-150 വേണം. എന്തേ? അല്ല, ഒന്നുമില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 150 കിലോമീറ്റർ സഞ്ചരിച്ച് ചേട്ടൻ കൊണ്ടുവന്ന ആള് ബഹുമിടുക്കൻ. ഇയാള് ക്രൈംബ്രാഞ്ചോ അതോ CID യോ? അല്ല, ഇയാൾ ഏതൊക്കെ കേസാ പിടിച്ചത്? ചേട്ടൻ ഇതുപോലെ മിടുക്കന്മാരെ ഫ്രണ്ട്സ് ധാരാളം ഉണ്ടോ? നിർത്തടാ. ദേഷ്യം പിടിക്കണ്ട. സാധാരണ ഞാനാണ് ചേട്ടനെ ഏടാകൂടത്തിൽ ചാടിക്കാർ എന്നല്ലേ പറയാറ്. ഈ കേസോ? ഒരു കാര്യം ചേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒരാൾക്ക് ഏടാകൂടത്തിൽ ചാടാനാണ് വിധിയെങ്കിൽ ദൈവത്തിന് പോലും അയാളെ തടയാൻ കഴിയില്ല. ആ സർക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഷൻ ആയതിലെ ഒരത്ഭുതവും ഇല്ല. ഇതല്ലേ കയ്യിലിരിപ്പ്. നീ വലിയ ആളാവല്ലേ? അവൻ മെടുക്കൻ തന്നെയാടാ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ തെറ്റായി പോയെന്ന് തോന്നുന്നു. ഒരാളെ കുറേശ്ശെയായി നീട്ടി ദഹിപ്പിക്കുന്നത് സ്ലോ പോയിസണിങ്ങിന് തുല്യ. അവന് തോന്നിയത് അവനങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞു. അവന്റെ ആംഗിൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല. വികാരപരമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഏതൊരാളും നല്ലൊരു പ്രൊഫഷണൽ ആയിരിക്കില്ല. അങ്ങനെയുള്ള ഒരു ഡോക്ടർ സ്വന്തം മകനെ ഓപ്പറേറ്റ് ചെയ്യില്ല. ഒരു പോലീസുകാരൻ ക്രിമിനലായ തന്റെ അച്ഛന്റെ കൈക്ക് വിലങ്ങ് വെക്കുകയില്ല. നിന്നെ എനിക്ക് പണ്ടേ അറിയില്ലേ ഹരി. ഇഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങളാക്കി മാറ്റുന്നവനല്ലേ നീ. അതറിയാവുന്നതുകൊണ്ടാണ് നീ പറഞ്ഞു വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നത്. നിസ്സംഗമായ നിലപാടോടെ ഈ കേസ് ഞാൻ അന്വേഷിക്കും. ഞാൻ ഇതുവരെ ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. എന്നുണ്ടോ ഈ നടപ്പ്? ഉണ്ട്. ഇല്ല. ഇടയ്ക്ക് 1-2 ദിവസം മുടങ്ങിയില്ലേ? ഇല്ലല്ലോ. ഉവ്വല്ലോ. മകന്റെ കല്യാണം മുടങ്ങിയ ആ സമയത്ത് താങ്കളെ 1-2 ദിവസം ഞാൻ കണ്ടില്ല. ഓ, ശരിയായിരിക്കും. ശരിയാണ്. ആരായാലും അത്തരം ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ ദിനചര്യകളൊക്കെ ഒന്ന് മാറിപ്പോകും.
എനിക്ക് നിങ്ങളെ സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ. എന്റെ മകന്റെ കല്യാണക്കാരിയൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സംഭവം സത്യല്ലേ? എന്നാലും ആരോ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് നിശ്ചയിച്ച കല്യാണം മുടക്കണമായിരുന്നോ? അതോ ആ ഭീഷണിയിൽ വല്ലാതെ അങ്ങ് വരണ്ടു പോയോ? നടന്നോളൂ. ആര് ഭീഷണിപ്പെടുത്തി? ആളിനൊക്കെ എനിക്കറിയാം സാറേ. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ചുമ്മാ. ഞാനേ ഒരു അഡ്വക്കേറ്റാ. ശേഖരമേനോന്റെ മകളെ ആര് കല്യാണം കഴിക്കാൻ വന്നാലും അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അയാളുടെ പേരിൽ ചെറിയൊരു കംപ്ലൈന്റ് താ. നിങ്ങൾക്ക് ഒരു പോറൽ വേൽക്കാതെ ആ ദുഷ്ടനെ ഞാൻ പൂട്ടിക്കോളാം. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. നിങ്ങളുടെയും കൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ രക്ഷയ്ക്ക് ഇപ്പൊ ഒരു തകരാറുമില്ല. അപ്പോ നേരായ മാർഗത്തിൽ ശ്രമിച്ചാൽ സത്യം പറയുന്ന ആളല്ല നിങ്ങൾ. എന്ത് സത്യം? വേണ്ട, പറയണ്ട. പറയിപ്പിക്കാൻ എനിക്കറിയാം. ഭീഷണിയുടെ കഥ മാത്രമല്ല, ശേഖരമേനോന്റെ മരണത്തെപ്പറ്റി നിങ്ങൾ പറയേണ്ടി വരും. എണ്ണി എണ്ണി പറയേണ്ടി വരും. എന്റെ മുതലാളി താന്നിക്കാട്ട തോമസ് കുട്ടിച്ചാനെ 35 കൊല്ലം മുമ്പ് കെട്ടിയോള് സറാമച്ചേട്ടതിയോടൊപ്പം ലോഞ്ചേ കയറി ദുബായി ചെന്നിറങ്ങിയതാ. രണ്ടുപേരുടെയും കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 1,500 രൂപയും MA പാസ്സായ ഓരോ സർട്ടിഫിക്കറ്റുമാണ്. ആദ്യമൊക്കെ രണ്ടുപേരും ഒത്തിരി അങ്ങ് കഷ്ടപ്പെട്ടു. ഷേക്കിന്റെ മക്കൾക്ക് ഇംഗ്ലീഷിന് ട്യൂഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോ മുതൽ ആ പച്ച പിടിച്ച് പിന്നെ അങ്ങോട്ട് വെച്ചാടി കേറ്റമാ. സ്വന്തം സ്കൂൾ 1ആയി 2ആയി, ഗൾഫിൽ അങ്ങോളം ഇങ്ങോളമായി. നിങ്ങൾ ആരാണ് മനസ്സിലായില്ലല്ലോ. പക്ഷെ എന്നാ ചെയ്യാനാ, ഈ കഴിഞ്ഞ മാസം ചേട്ടതിയെ കർത്താവ് അങ്ങ് വിളിച്ചു. പാവം തോമസ് കുട്ടിച്ചാൻ ഒറ്റയ്ക്കായി. ഏകപ്പെട്ട സ്വത്ത് ഇന്ത്യ മുഴുവൻ. അനുഭവിക്കാൻ മക്കളുണ്ടോ? ഇല്ല. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. ഇച്ചായൻ കണ്ണീരോടെ ഒരു കത്തെഴുതി. എന്റെ പൊന്നു കുഞ്ഞച്ച 2 മാസത്തിനകം സറാമയുടെ പേരിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ എത്രയും വേഗം ഒരു സ്മാരകം പണിയണമെന്ന്. എന്നാ സ്മാരകമാ ആലോചിച്ചു. ആരാണോ ഈ ബോട്ടിൽ ഇവിടെ കൊണ്ടുവച്ചത്? എടുത്തു മാറ്റോ. ഈ നടുറോട്ടിൽ ഇതിവിടെ കൊണ്ടുവച്ചത് ആരാന്നാ ചോദിച്ചത്? പാവപ്പെട്ട പണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്നാണല്ലോ. എടുത്തു മാറ്റാൻ. ഇതെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാനിത് പാടത്തേക്ക് എടുത്ത് മാറ്റും. ഞാനൊന്ന് മൂത്രം ഒഴിക്കുകയായിരുന്നു. റോഡിൽ വിലങ്ങനെ ഇതിങ്ങനെ കൊണ്ടുവച്ചാലേ തനിക്ക് മൂത്രം വരുള്ളൂ. ഇവിടുത്തുകാരനാണോ താൻ? പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാനിത്. ആണോ? എങ്കിലത് അറിയാൻ തന്നെയാ ബൈക്ക് ഇവിടെ കൊണ്ടിട്ടത്. ഈ ബൈക്കിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണ് ഇങ്ങനെ വഴിമുടക്കി നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ താങ്കൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മനുഷ്യനല്ല, ഏത് മഹാരാജാവാണെങ്കിൽ ഞാൻ കത്തിക്കും. എടോ, എന്റെ അടുത്ത് ഇഷ്ടം പോലെ പണണ്ടോ? അത് മുടക്കി വലിയൊരു വക്കീലിനെ ഏർപ്പാടാക്കി ഏത് കേസിന് ഞാൻ ഊരിപ്പോരും. താങ്ക്സ്. എനിക്ക് ഇത്രയും മാത്രമേ അറിയേണ്ടതുള്ളായിരുന്നു. എനിക്ക് പോയിക്കോളൂ. നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഏത് കോടതിയില്? ആദ്യ സെഷൻസ്. അപ്പീൽ ഉണ്ടെങ്കിൽ ഹൈക്കോടതി, പിന്നെ അപ്പീൽ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി. താൻ എന്തൊക്കെ പറഞ്ഞത്? താൻ ആരാ? ഞാൻ ആരായാലും കുഴപ്പമില്ല. താങ്കൾ അടക്കാച്ചാണകം പങ്കുണ്ണി മേനോൻ തന്നെയാണല്ലോ. മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവനാണല്ലോ. തവളത്തലയുള്ള തന്റെ മോനെ കൊണ്ട് ശേഖരമേനോന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നില്ലേ? ഓരോ തവണ കല്യാണം മുടങ്ങുമ്പോഴും ഈ ആവശ്യം പറഞ്ഞ് താൻ ആ വീട്ടിൽ ചെന്നിരുന്നില്ലേ? ഒടുവിൽ തനിക്ക് മനസ്സിലായി ശേഖരമേനോൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ലെന്ന്. തന്റെ കയ്യിൽ ഇഷ്ടം പോലെയുള്ള പണം ഉപയോഗിച്ച് വാടക കൊലയാളികളെ കൊണ്ട് ശേഖരമേനോനെ താൻ കൊന്നു. ദേവദോഷം പറഞ്ഞ തലയിൽ ഇടുത്തി വീഴ്ത്തട്ടെ. പോലീസുകാരുടെ തലയിൽ ഇടുത്തി വീഴാറില്ല. പ്രത്യേകിച്ച് എന്നെ പോലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ തലയാവുമ്പോ ഇടുത്തി എന്നല്ല ഒരു തേങ്ങ പോലും വീഴാൻ ഭയക്കും. സർക്കിൾ മേനോന്റെ ശവം താൻ എവിടെ ഒളിപ്പിച്ചു? എന്റെ പൊന്നു സാറേ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ പെട്രോളിക്കും കത്തിക്കുന്നൊക്കെ. അടിയെന്ന് എഴുതി കാണിച്ച ഓടുന്നവരെ ഞാൻ. സാർ എത്ര വണ്ടി വേണമെങ്കിൽ നടന്നോട്ട് കൊണ്ടിട്ടോളൂ. ഒന്നാമതിക്ക് അങ്ങോട്ടല്ല പോട്ട് പുറകോട്ടാ. വണ്ടി പുറകോട്ട് എടുക്കണോ?